ഇന്നാണെങ്കിൽ ഈവനിങ്ങിൽ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഡ്രോണും പൊക്കിയെടുത്തോണ്ട് പോയി ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ എടുക്കാമെന്നുള്ള ഒരു ചെറിയ തോട്ട് വന്നതേ. അങ്ങനെ നമ്മൾ പരിപാടി പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കായംകുളത്തിന്റെ സ്വന്തം ലേക്ക് പാലസിലാണ് കേട്ടോ ഗൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡ്രോണൊക്കെ പെട്ടെന്ന് സെറ്റാക്കി ആകാശത്തിലേക്ക് പറത്തി വിട്ടത് മാത്രമേ ഗൈസ് നമുക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങളുടെ യുദ്ധഭൂമിയിൽ ഏതാടാ പുതിയ ഭടൻ എന്ന് വിചാരിച്ചിട്ടാവണം ആ രാജ്യത്തുള്ള പരുന്തെല്ലാം കൂടെ നമ്മുടെ ഡ്രോണിനെ ഒന്നിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. വേറൊരു ഷേപ്പിൽ ഒരു സാധനം അവിടെ കിടന്ന് പറക്കുന്നുണ്ട്, ആരായാലും ചോദിച്ചു പോകും ഗൈസ്. അപ്പൊ തന്നെ ഇവിടെ ഇനി നിൽക്കുന്ന പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ലേക്ക് സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി പറഞ്ഞ് ഈ കായംകുളത്ത് ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത്രയും നാളായിട്ടും ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം വൈകിട്ടത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അന്യായ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൂടാതെ നല്ല അടിപൊളി കാറ്റും. ആ കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഗൈസ്, ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ഇതുപോലൊരു വ്യൂ കാണാൻ പറ്റുമോ എന്നാണ് കേട്ടോ എൻ്റെ ഡൗട്ട്. കാരണം അമ്മാതിരി രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നമ്മൾ ഡ്രോണുമായിട്ട് വന്നതുകൊണ്ടാണ് ഇതാ ഈ കാണുന്ന വിഷ്വലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. കുറേ സമയം നമ്മളവിടെ നിന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഭയങ്കര റിഗ്രറ്റ് അടിച്ചു ഗൈസ്, ഇത്ര അടുത്ത് കിടന്നിട്ട് നമ്മളവിടെ പോയിട്ടില്ലായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇനിയും വരാമെന്ന് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മുടെ ഡ്രോണും പൊക്കിയെടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.